ശരിക്കും ഇവിടെ ഈ പവർ ടീം എന്തിനാണ്? ഒരുപക്ഷെ എന്നെ പോലെ തന്നെ നിങ്ങളും ചിന്തിച്ചേക്കാം. അതെ, ഇവിടെ ഇപ്പം ജിൻഡോയും രതീഷും അപ്സരയും കൂടെ സംസാരിക്കുന്നത് അത് തന്നെയാണ്. ഈ പവർ ടീം ഇല്ലായിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് ഈ പറയുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാം. പവർ ടീം ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്രയും ഇതായിട്ട് മോശമായിട്ട് സീസൺ 6 പോയിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള സീസണൊന്നും ഇത്രയും കുഴപ്പമില്ലായിരുന്നു. കാര്യം പവർ ടീം വന്നു കഴിയുമ്പോൾ സേഫ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്നവരൊക്കെ പവർ ടീമിലാവും. അവരാരും നോമിനേഷനിൽ വരത്തില്ല. നല്ല പ്ലേയേഴ്സ് ഒക്കെ നോമിനേഷനിൽ വരും, അവർ പോവുകയും ചെയ്യും. പക്ഷെങ്കില് ഈ സേഫ് ആയിട്ടുള്ള ആൾക്കാരും വെളിയിൽ തന്നെയായിരുന്നു. അവരൊക്കെ നോമിനേഷനിൽ പോയി കഴിയുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള പ്ലേയേഴ്സിനെ വൈൽഡ് കാർഡായിട്ട് ഉള്ളിൽ ചിലപ്പോൾ കൊണ്ടുവന്നേനെ. ഇതാണ് ഇവരും പറയുന്നത്. ജിൻഡോയ്ക്ക് പവർ ടീമിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. നമ്മളത് കേട്ടതുമാണ് കഴിഞ്ഞ ദിവസം പറയുന്നത്. പക്ഷെ ജിൻഡോ ഇപ്പൊ തുറന്ന് അപ്സരയോടും രതീഷിനോടും പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവിടെ മലത്തി മറിക്കാനൊന്നുമല്ല പവർ ടീമിൽ പോണമെന്ന് ഞാൻ പറയുന്നത്. അവിടെ ചെന്നാൽ നല്ല ഫുഡ് കിട്ടും. ശരിയാണ്, പവർ ടീമിലുള്ളവർക്ക് എന്തും കഴിക്കാൻ നല്ല ഫുഡ് അവർക്ക് കിട്ടും. അതാണ് ജിൻഡോ പറഞ്ഞത്. ജിൻഡോയ്ക്ക് നല്ല ഫുഡ് വേണം, അതിനായിരിക്കണം ഒരുപക്ഷെ പറയുന്നത്. എന്തായാലും കൊള്ളാം. അപ്സരയും രതീഷും ഇത് തന്നെ പറയുന്നുണ്ട്, ശരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ ഉള്ളിൽ വരും, നമുക്കറിയാം. ഇപ്പം അവിടെ ശരിക്കും ഇങ്ങനെ നാടകം കളിക്കാൻ മാത്രമാണ് ഇപ്പൊ ശ്രീരേഖയൊക്കെ ഉള്ളത്. അല്ലാതെ ആക്റ്റീവായിട്ടൊരു പ്ലെയറേ അല്ല അവരൊക്കെ. അവരൊക്കെ കുറെ ആയിട്ട് ശരണ്യയും ശ്രീരേഖയും ഒക്കെ ഈ പവർ ടീമിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവര് നോമിനേഷനിൽ വരുന്നില്ല, അവരൊട്ട് വെളിയിൽ പോകുന്നുമില്ല. നല്ല പ്ലേയേഴ്സ് ഒക്കെ പോവുകയും ചെയ്യും. ഒരുപക്ഷെ ഈ ഇത് കേൾക്കുന്നുണ്ടായിരിക്കണം ബിഗ് ബോസും ഇവര് പറയുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പം പവർ ടീം വേണ്ട എന്നുള്ളത് വെക്കാനും മതി. ഇതൊക്കെ അതിനായിരിക്കണം ഇത് പ്രേക്ഷകരെ കാണിക്കുന്നത്. എനിക്ക് എന്തായാലും അങ്ങനെ നേരത്തെ തോന്നിയിട്ടുണ്ട്. ഈ പവർ ടീം ഇല്ലാതെ ക്യാപ്റ്റൻ തന്നെയായിരുന്നെങ്കിൽ. പവർ ടീമിനെ യാതൊരു വിലയും കൊടുക്കുന്നുമില്ല ആൾക്കാർ. പവർ ടീം അവിടെ വലിയ ഗമ കളിച്ച് ഓരോ ഇതൊക്കെ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നല്ലാതെ പവർ ടീമിനെ വലിയ വില മതിക്കുന്നുമില്ല. എന്നാൽ മുൻ സീസണിൽ ക്യാപ്റ്റൻ മാത്രമായിരുന്നപ്പം ക്യാപ്റ്റൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കണ്ടറിയാനും മുന്നോട്ട് വരെ മാറ്റുമോ ഇല്ലയോ എന്ന്.